എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നട്ടി ബബിൾസ് കേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് എന്തുകൊണ്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് എന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് ഇടഞ്ഞ് മാറ്റി വയ്ക്കുക. സ്പഞ്ച് 1 കിലോയുടെ സ്പഞ്ചാണ് വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, അരിച്ചു വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 4 മുട്ട. ഈ 4 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര. ഇത്രയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ എന്നും പറയുന്നത് തന്നെയാണ്, പുതിയ ആളുകൾക്ക് വേണ്ടി വീണ്ടും പറയുന്നതേ ഉള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് നല്ല പോലെ പൊന്തി വരും. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. ഇനി ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് ബൂസ്റ്റാണ്. പാലിലേക്ക് ബൂസ്റ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതും നല്ല എല്ലായിടത്തും എത്തണം, ഇല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കുഴപ്പം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 ഭാഗങ്ങളാക്കിയിട്ട് ചേർത്ത് നിങ്ങളുടെ സമയം പോലെ സാവധാനത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവൻ ഈ സമയത്ത് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് 2 ട്രേയിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ട്രേയിലും ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ 4 ലെയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 30 മിനിറ്റ്സ് ആണ് ടൈം എടുത്തിരിക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ട്രേ ആയതുകൊണ്ട് 30 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ബേക്ക് ചെയ്ത് എടുക്കുക. പ്രീഹീറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 2 കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചൂടാറട്ടെ. ഇനി ഈ കേക്ക് നല്ലപോലെ നനച്ചെടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് കഴിഞ്ഞ് ചൂടാറിയാൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊരു ഐറ്റം വേണ്ടത് ഗനാഷാണ്, വൈറ്റ് ഗനാഷ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരണ്ടി എടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ്, അതിനേക്കാളും കുറച്ചും കൂടെ ഒരളവിൽ 1/2 കപ്പ് വേണ്ട, അത്രയും ക്രീമും എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക. ആദ്യം എല്ലാ ഐറ്റം റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ചെയ്യേണ്ടത് ക്രീമാണ്. ഇപ്പോൾ ഇതൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ്. കണ്ടല്ലോ, ബദാമും അണ്ടിപ്പരിപ്പും ആദ്യം നമ്മൾ കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ഒരു സെറ്റ് അരിഞ്ഞു വെക്കണം. അതേപോലെ നുറുക്കിയിട്ട് ഉള്ളിൽ കേക്കിന് അകത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ചെറുതായിട്ട് നൈസാക്കിയിട്ട് നുറുക്കിയിട്ടുള്ളത് ഇത് രണ്ടും വേറൊരു സെക്ഷനും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പിന്നെ എന്താ, നമ്മുടെ കേക്ക് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ അത് ലെയർ ആക്കിയിട്ട് മുറിച്ച് വയ്ക്കുക. ഇപ്പോൾ അത് 2 പാത്രത്തിൽ ബേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് 4 ലെയർ കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. കേക്ക്, നട്ട്സ്, ക്രീം, ഗനാഷ്, ബൂസ്റ്റ്, ഷുഗർ സിറപ്പ്, ഇത്രയും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് പരിപാടി ചെയ്യാവുന്നതേ ഉള്ളൂ. ടേൺ ടേബിൾ എടുക്കുക. ഫസ്റ്റ് നമ്മൾ വേഗം തന്നെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ നനച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ക്രീം കൊടുക്കുക. ഈ ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ വൈറ്റിൻ്റെ ഗനാഷ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളത് അതാണ് ഇടുന്നത്. അപ്പോൾ അതാകുമ്പോൾ അതാണ് സേഫ് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് ബൂസ്റ്റും കൂടെ. എന്തായാലും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, എന്തോലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ അത് പറയണ്ടല്ലോ, സെയിം റിപ്പീറ്റേഷൻ തന്നെ. മൊത്തം 4 ലെയറിൽ 3 ലെയറിൽ ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. ഒന്നുമില്ല, ക്രീം, ഗനാഷ്, നട്ട്സ്, ബൂസ്റ്റ്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇത്രയും
ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ സെക്കൻഡ് ലെയറും കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, നമ്മൾ തേർഡ് ലെയർ ഇതേപോലെ തന്നെ ചെയ്യുക, അത് പറയുന്നില്ല വീണ്ടും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ലാസ്റ്റത്തതും കൂടെ വെച്ച് നമ്മളിനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്യുക. ക്രം കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പിന്നെ നല്ല തിക്കായിട്ട് കോട്ടിങ് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും കൊടുക്കാം. അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പോലെ നിൽക്കും. അപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു എക്സ്ട്രാ എഫക്റ്റായിട്ട് നമ്മൾ വേണമെങ്കിൽ ലൈൻസ് കൊടുക്കാം, ഒക്കെ ഓപ്ഷണലാണ്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു ബേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ലപോലെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. നന്നായിട്ട് തണുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഇനി ഇതിൻ്റെ സൈഡിലാണ് ബാക്കിയുള്ള ഐറ്റംസ്. അതായത് നമ്മൾ നേരത്തെ നട്ട്സ് കുറേ അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അതിൻ്റെ ബാക്കിയുള്ള നട്ട്സ്, ആ ഒരു നട്ട്സ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നല്ലോ, അത് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു നട്ട്സും ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇടകലർത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇടകലർത്തുന്നത് എന്താ വെച്ചാൽ ആ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വരുമ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പം അതും കൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ താഴെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്, ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ബോർഡറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളതാണ്, ഇതിൻ്റെ പേരിൽ തന്നെ വരുന്ന കാര്യമാണ് നട്ടി ബബിൾസ് എന്നുള്ളത്. അപ്പോൾ ബബിൾസ് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗനാഷ് ഇല്ലേ, ആ ഗനാഷ് ഉപയോഗിച്ചിട്ടാണ് ബബിൾസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഗനാഷ് കുറച്ച് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബബിൾസ് നല്ല വൃത്തിയായിട്ട് നിൽക്കും. അതല്ല ഒലിച്ചിറങ്ങുന്ന പാകത്തിലാണ് നമ്മുടെ ഗനാഷ് എങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടേ ഉള്ളൂ കേക്കിൽ ഇങ്ങനെ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അത് താഴത്തേക്ക് ഒലിച്ച് ഇറങ്ങി നാശാവും, ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കാണാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടി എടുക്കുക. അത് ഒരു അരിപ്പയുടെ സഹായത്തോട് കൂടിയിട്ട് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഭംഗിയാണ് കാണാൻ. ഇനി അതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ എഫക്റ്റിന് കുറച്ചുകൂടെ ഗനാഷ് ബബിൾസിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഒലിച്ചിറങ്ങുന്ന പാകത്തിന് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ആ നെയിമും കൂടെ ഒന്ന് എഴുതാനേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ കേക്ക് സെറ്റായി. ഇപ്പോൾ ഇത് ഏകദേശം 1 കിലോനേക്കാളും വരും കേട്ടോ. 1 കിലോ 300 ഗ്രാമോളം തൂക്കം വരുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർനൈറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചും കൂടെ എടുത്താൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് ഈസി അല്ലേ കാണാൻ, കുറച്ച് വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ, സാധനം ഈസിയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.